സൗദി അറേബ്യ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ സുഡാപ്പികളാണ് ഇവിടെ നിന്നും വണ്ടി പിടിച്ച് നവീന ശിലായുഗത്തിലേക്ക് പോകാനായി ഒരുങ്ങുന്നത്. സൗദി അറേബ്യ ഇപ്പോൾ ഇതായി പുതിയൊരു നിയമം കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ ഒരു നിയമം മരവിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതൊരു മത നിയമമായിരുന്നു. ഇന്ത്യക്കാരടക്കമുള്ളവരെ വല്ലാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന ഈ മത നിയമം മരവിപ്പിച്ചതോടെ മുസ്ലിങ്ങളടക്കമുള്ള ഇന്ത്യക്കാർ വലിയ രീതിയിലുള്ള ആശ്വാസത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ മത നിയമം? ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു തീരുമാനമാണ്. 50 വർഷം പഴക്കം വന്ന കഫാല നിയമമാണ് ഇപ്പോൾ സൗദി അറേബ്യ നിരോധിച്ചിരിക്കുന്നത്. 2.5 ദശലക്ഷം ഇന്ത്യക്കാരും 1.3 കോടി കുടിയേറ്റ തൊഴിലാളികളും ഇതിൽ വലിയ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആധുനിക അടിമത്തമെന്നാണ് ഈ കഫാലയെ പാശ്ചാത്യ ലോകം വിലയിരുത്തുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെതിരെ പണ്ട് മുതലേ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയായിരുന്നു. കഫാല എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പ് എന്നാണ് അറബിയിൽ അർത്ഥം. 1950-ൽ എണ്ണ ശേഖരം കണ്ടെത്തിയപ്പോൾ, GCCയിൽ എണ്ണ ശേഖരം കണ്ടെത്തിയപ്പോൾ വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ കഫാല നിയമം എന്ന് പറയുന്നത്. ഒരു കുടിയേറ്റ തൊഴിലാളി അയാളുടെ ഉടമയുടെയോ തൊഴിലുടമയുടെയോ അല്ലെങ്കിൽ അയാളുടെ ഉടമയുടെയോ അടിമയായിരിക്കും എന്നുള്ളതാണ് ഈ കഫാല നിയമത്തിൻ്റെ പ്രത്യേകത. അതായത് നിങ്ങളിപ്പോൾ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോസ് കാണും. ആ ബോസിൻ്റെ അടിമയായിട്ടാണ് നിങ്ങൾ ഇവിടെ കണക്കാക്കുന്നത്. ഇതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഉടമയെ കഫീൽ എന്നാണ് പറയുന്നത്. ഈ കഫീലിൻ്റെ അടിമയായിരിക്കും നിങ്ങൾ. പോരാത്തതിന് ഈ കഫീലിന് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിസ നൽകുക, നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങളെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക, നിങ്ങൾക്ക് വേറെ ജോലിയിലേക്ക് പോകണമെങ്കിലോ പ്രവേശിക്കണമെങ്കിലോ പോലും ഈ കഫീലിൻ്റെ അനുമതി വേണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. രാജ്യം വിടുന്നത് ഈ കഫീൽ നിർണ്ണയിക്കും. അതായത് നിങ്ങൾ രാജ്യം വിടണമോ വേണ്ടേ എന്നുള്ളത് കഫീൽ പറയും. അല്ലാതെ നിങ്ങൾക്ക് രാജ്യത്ത് നിന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. പോരാത്തതിന് നിങ്ങളുടെ പാസ്പോർട്ട് കഫീലിൻ്റെ കയ്യിലായിരിക്കും. കഫീൽ അത് പിടിച്ചു വെച്ചിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. നിയമപരമായി തൊഴിലുടമകളുടെ അടിമയായി നിങ്ങൾ അവിടെ മാറുകയാണ്. കഫീലിന് ഒരു അടിമയോട് മോശമായി പെരുമാറാം എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മർദ്ദിക്കാം, നിങ്ങളെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാഴ്ത്താം, ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2017 കർണാടകയിലെ നേഴ്സിൻ്റെ കേസ്. ഈ നേഴ്സിൻ്റെ കേസിൽ ഈ നേഴ്സിനെ സൗദിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു, മർദ്ദിക്കുന്നു, ഇവർക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല, ഇവർ ഓവർ ടൈം പണിയെടുപ്പിക്കുന്നു. അവസാനം ഇവർ ആത്മഹത്യയുടെ വക്കിലെത്തുന്നു. ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെടുന്നു. സുഷമ സ്വരാജ് ആയിരുന്നു അന്ന് വിദേശകാര്യമന്ത്രി. സുഷമ സ്വരാജ് ഇടപെട്ട ശേഷം ഇവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതൊരു വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസായിരുന്നു. എന്തു തന്നെയായിരുന്നാലും മഹാവീർ യാദവ് കേസ് എന്ന് പറഞ്ഞാൽ 2010 ഒരു കേസ് കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ എവിടെ കിടന്ന് മരിച്ചാലും അവരെ പുഴുവരിച്ചാലും കോൺഗ്രസ് സർക്കാർ തിരിഞ്ഞു നോക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ഈ മഹാവീർ യാദവ് കേസിൽ അയാൾ അവിടെ ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ മത നിയമമാണ് ഇപ്പോൾ സൗദി അറേബ്യ മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.